ഈ പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഇന്ത്യയിൽ നിന്ന് പല വിദ്യാർത്ഥികൾ ആ രാജ്യങ്ങളിൽ പഠനത്തിനായി പോയവരുണ്ട്. അവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. അവരെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് രാജ്യത്ത് മടങ്ങി വരേണ്ട ഒരു അവസ്ഥ. നിലവിൽ ഇപ്പോഴും ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് രൂക്ഷമായതോടെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായതോടുകൂടിയാണ് ഈ നടപടികൾ ഇപ്പോൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 10,000-ഓളം ഇന്ത്യൻ പൗരന്മാർ ഇറാനിലുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ 6,000-ഓളം പേർ വിദ്യാർത്ഥികളാണ്. ഇതിൽ 600-ഓളം പേരെ ക്വാമിലെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുകൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്നലെ ഉർമിയ യൂണിവേഴ്സിറ്റിയിലെ 110 വിദ്യാർത്ഥികൾ, ഏകദേശം 110-ഓളം വിദ്യാർത്ഥികളെയാണ് സുരക്ഷിത അതിർത്തി കടത്തി സുരക്ഷിതമായി അർമേനിയയിലേക്ക് എത്തിച്ചത്. ആ വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക വിമാനം ഇതിനു വേണ്ടി തയ്യാറാക്കിയായിരിക്കും ഒരുപക്ഷെ വിദ്യാർത്ഥികളെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നിലവിൽ ഈ ഇറാനിൽ നിന്ന് എല്ലാവരോടും ഇന്ത്യൻ പൗരന്മാരോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം അവിടുത്തെ ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിലും ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ ഇന്ത്യൻ പൗരന്മാർ അവിടെ ടെൽ അവീവിലെ എംബസിയുമായി ബന്ധപ്പെടണം, അവിടെ വിവരങ്ങൾ കൃത്യമായി കൈമാറണം എന്നുള്ളതാണ്. അതായത് ഇരു രാജ്യങ്ങളിലെയും സാഹചര്യങ്ങൾ അത് പൗരന്മാരുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്ക് മാറിയതോടുകൂടിയാണ് ഈ നടപടികൾ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ സാഹചര്യങ്ങൾ നിലവിൽ രണ്ട് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസി നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം ഇന്ത്യൻ എംബസി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതാണ് അറിയിക്കുന്നത്.